മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ തന്നെയാണ്. പേടിയും അവസരവും തമ്മിൽ ഒരു വടംവലി നടക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വോളറ്റാലിറ്റി ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ ആകെ കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ട്. പലർക്കും വലിയ രീതിയിലുള്ള നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു ഡൗൺഫാൾ ആണോ, അതോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന 2026 ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവസരവും അതിനുശേഷമുള്ള ഒരു തിരിച്ചുവരവിന്റെ സമയം കൂടിയാണ്. ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കറേജസ് ഇപ്പോൾ കാണുന്ന ഈ ചെറിയ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്കാണ് നോക്കുന്നത്. അവരുടെ പുതിയ റിസർച്ച് റിപ്പോർട്ടുകൾ മാർക്കറ്റിന്റെ ഏറ്റവും താഴ്ന്ന പോയിന്റ് എപ്പോഴാണ് എന്ന് കണ്ടുപിടിക്കാനല്ല, മറിച്ച് അടുത്ത ഗ്രോത്തിന് കാരണമായേക്കാവുന്ന ശക്തമായിട്ടുള്ള തീംസ് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാനാണ്. അവർ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് 3 കാര്യങ്ങളിലാണ്. ക്രൂഡ് ഓയിലിന്റെ വിലയിലെ ചേഞ്ചസ്, സ്റ്റെബിലൈസ് ആവുന്ന പലിശ നിരക്കുകൾ, പിന്നെ ഇന്ത്യൻ ഉപഭോഗത്തിലുണ്ടാവുന്ന വമ്പിച്ച കുതിച്ചുചാട്ടം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത്തരം കൺഫ്യൂഷനുകളൊക്കെ മാറ്റി നിർത്തി പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കുന്ന കോർ സ്ട്രാറ്റജീസ്, തീംസ് എന്നിവയൊക്കെ നന്നായിട്ട് പഠിച്ച് 2026 ഈ ഒരു ഡൗൺഫാളിന്റെ സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതും റീബൗണ്ടിന് നേതൃത്വം കൊടുക്കാൻ സാധ്യതയുള്ള 10 സ്റ്റോക്കുകളെ കുറിച്ചുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ പറഞ്ഞ സാമ്പത്തിക ഘടകങ്ങൾ അനുകൂലമാകുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതകളുള്ള കമ്പനികളാണിവ. സ്മാർട്ട് മണി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ഓരോ സെക്ടർ തിരിച്ച് പരിശോധിക്കാം. സാധാരണയായിട്ട് ഒരു റിക്കവറി തുടങ്ങുമ്പോൾ എല്ലാ സെക്ടറുകളും ഒരുപോലെയല്ല പ്രതികരിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ റിയാക്ട് ചെയ്യുന്ന, അതായത് പെട്ടെന്ന് തന്നെ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള സെക്ടറുകൾ ക്രൂഡ് ഓയിൽ വിലയുമായിട്ടും ജനങ്ങളുടെ ഉപഭോഗവുമായിട്ടും നേരിട്ട് ബന്ധപ്പെട്ടുള്ളവയായിരിക്കും. പെയിന്റ്, കൺസ്യൂമർ ഡിസ്ക്രിഷണറി സെക്ടറുകളാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത്തേത്. ഇവിടെ റോ മെറ്റീരിയൽസിന് ക്രൂഡ് ഓയിലുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണവില കുറയുമ്പോൾ ഇവരുടെ പ്രോഫിറ്റ് മാർജിൻ പെട്ടെന്ന് തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് ബ്രോക്കറേജുകൾ ആദ്യത്തെ ഏറ്റവും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ഈ ഒരു രംഗത്തെ അൺഡിസ്പ്യൂട്ടഡ് കിങ് തന്നെയാണ് ഏഷ്യൻ പെയിന്റ്സ്. പെയിന്റ് സെക്ടറിന്റെ കാര്യം പറയുമ്പോൾ അനലിസ്റ്റുകൾ സ്ഥിരമായിട്ട് എടുത്തു പറയുന്ന ഒരു പ്രധാന ലാർജ് ക്യാപ് പിക്ക് തന്നെയാണ് ഏഷ്യൻ പെയിന്റ്സ്. കാരണം വളരെ ലളിതമാണ്. പ്രൈസിംഗ് പവറും ഡിസ്ട്രിബ്യൂഷനും രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തുന്ന ഒരു നെറ്റ്വർക്ക് അവർക്കുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് വിശ്വാസമുള്ള ഒരു ബ്രാൻഡും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സമയങ്ങളിൽ പോലും അവരുടെ മാർജിൻ സംരക്ഷിക്കാൻ ഏഷ്യൻ പെയിന്റ്സ് സഹായകരമായേക്കും. ക്രൂഡ് ഓയിൽ വില സാധാരണ നിലയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ മറ്റേതൊരു ലാർജ് ക്യാപ് കമ്പനിയെക്കാളും വേഗത്തിൽ മാർജിൻ കൂടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ്. മറ്റുള്ളവർ കോസ്റ്റ് കാരണം ബുദ്ധിമുട്ടുമ്പോൾ ഏഷ്യൻ പെയിന്റ്സിന് കുറഞ്ഞ ഇൻപുട്ട് കോസ്റ്റ് നേരിട്ട് ഉയർന്ന പ്രോഫിറ്റ് ആക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന റീബൗണ്ടിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന പ്രധാന കമ്പനികളിലൊന്നാണ് ഏഷ്യൻ പെയിന്റ്സ്. അപ്പൊ ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏഷ്യൻ പെയിന്റ്സിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തത്. ഈ രണ്ടാമത്തെ കമ്പനി ടൈറ്റാൻ ആണ്. ഈ ഒരു ഹൈ പൊട്ടൻഷ്യൽ കാറ്റഗറിയിലെ രണ്ടാമത്തെ പിക്ക് ടൈറ്റൻ കമ്പനിയാണ്. ഇന്ത്യൻ കൺസംപ്ഷൻ സ്റ്റോറിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ടൈറ്റൻ. സാമ്പത്തിക രംഗം മെച്ചപ്പെടുകയും ആളുകളുടെ ആത്മവിശ്വാസം തിരിച്ചു വരികയും ചെയ്യുമ്പോൾ ആഭരണങ്ങൾ പോലെയുള്ള ഡിസ്ക്രിഷണറി സാധനങ്ങൾക്കായിട്ടുള്ള ചെലവഴിക്കലാണ് ആദ്യം തിരിച്ചു വരുന്നത്. ജ്വല്ലറി രംഗത്ത് ശക്തമായിട്ടുള്ള ആധിപത്യവും വളരെ വേഗം വളരുന്ന വാച്ചസ്, വെയറബിൾസ്, ഗാഡ്ഗറ്റ് സെഗ്മെന്റ് ഉള്ള ടൈറ്റൻ ഈ ഒരു ട്രെൻഡിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. അനലിസ്റ്റുകൾ ടൈറ്റനെ തിരഞ്ഞെടുക്കാൻ കാരണം അതൊരു റിക്കവറി പ്ലേ മാത്രമല്ല, ഒരു സ്ട്രക്ചറൽ ഗ്രോത്ത് സ്റ്റോറി കൂടിയാണ്. ജ്വല്ലറി മാർക്കറ്റിൽ അൺഓർഗനൈസ്ഡിൽ നിന്ന് ഓർഗനൈസ്ഡ് പ്ലേയേഴ്സിലേക്കുള്ള മാറ്റം കമ്പനിക്ക് ഒരു ലോങ് ടേം ടെയിൽവിൻഡ് നൽകുന്നുണ്ട്. ഇത് സാമ്പത്തിക രംഗത്തുണ്ടാക്കാവുന്ന ഏത് മുന്നേറ്റത്തിൽ നിന്നും കിട്ടുന്ന നേട്ടം ഇരട്ടിയാക്കാൻ സഹായിക്കും. അപ്പൊ ടൈറ്റന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക് കൺസപ്ഷൻ രംഗത്തെ ഒരു പ്യുവർ പ്ലേ ആണ്. പഴയതും പുതിയതുമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഒരുപാട് അനലിസ്റ്റുകൾ ഈ സ്റ്റോക്കിന് ശക്തമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. ആ ഒരു കമ്പനിയാണ് വരുൺ ബീവറേജസ്. ആഗോളതലത്തിൽ പെപ്സിക്കോയുടെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസികളിൽ ഒന്നായതുകൊണ്ട് തന്നെ BBLന് ഇന്ത്യൻ ഉപഭോക്തൃ ഡിമാൻഡുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ഇവിടുത്തെ ലോജിക്ക് വളരെ ലളിതമാണ്. ശക്തമായിട്ടുള്ള വോളിയം ഗ്രോത്ത്, ആളുകളുടെ കയ്യിൽ പണം കൂടുന്നതും ഗ്രാമീണ മാർക്കറ്റുകളിലേക്കുള്ള വിതരണം കൂടുന്നതും കാരണം ബീവറേജിനുള്ള ഡിമാൻഡ് കാര്യമായിട്ട് വർദ്ധിക്കാൻ പോവുകയാണ്. ഈ ഒരു വളർച്ച മുതലെടുക്കാൻ നല്ലൊരു പൊസിഷനിലാണ് വരുൺ ബീവറേജസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമിയുടെ കൺസപ്ഷൻ എഞ്ചിൻ വീണ്ടും ശക്തി ആർജിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് വരുൺ ബീവറേജസ്. ഈ ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് സമ്പദ് വ്യവസ്ഥയുടെ തരത്തിലുള്ള ആരോഗ്യം അളക്കുന്ന ഒരു സെക്ടറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഓട്ടോമൊബൈൽസ് ആൻഡ് ടയേഴ്സ്. ഒരു നോർമലൈസേഷൻ സൈക്കിളിന്റെ സമയത്ത് ഈ ഒരു സെക്ടറിന് സാധാരണയായിട്ട് ഇരട്ട നേട്ടം ഉണ്ടാകാറുണ്ട്. ഒന്നാമതായിട്ട് പെയിന്റ്സിലെ പോലെ തന്നെ അവരുടെ ഇൻപുട്ട് കോസ്റ്റിൽ സ്റ്റീൽ മുതൽ ടയറുകളുടെ സിന്തറ്റിക് റബ്ബർ വരെ കമ്മോഡിറ്റി ക്രൂഡ് വിലകളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് കാറുകളും മോട്ടോർ സൈക്കിളുകളും വലിയ വിലയുള്ള പർച്ചേസുകളാണ്. ഇത് കൺസ്യൂമർ സെന്റിമെന്റിനെയും ലോൺ കിട്ടാനുള്ള സാധ്യതയും ഒക്കെ ആശ്രയിച്ചിരിക്കും. എക്കണോമി മെച്ചപ്പെടുമ്പോൾ വാഹന വിൽപ്പനയും ഉയരാൻ സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ഓട്ടോ രംഗത്ത് ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന രണ്ടാമത്തെ പേരാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. വളരെ മികച്ച രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് കാണിച്ചിട്ടുള്ള കമ്പനി തന്നെയാണ്. പ്രമുഖ ഗ്ലോബൽ ബ്രോക്കറേജുകൾ പഴയ റിപ്പോർട്ടുകളിൽ ഇതിനെ ഒരു ടോപ്പ് റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിലും പ്രത്യേകിച്ച് അവരുടെ ഹിറ്റ് ആയിട്ടുള്ള SUV-കളിലും ട്രാക്ടർ മാർക്കറ്റിലും ഒരുപോലെ ലീഡർഷിപ്പിലാണ് കമ്പനി ഉള്ളത്. ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കാരണം ഏതെങ്കിലും ഒരു ഏരിയയിൽ തളർച്ച ഉണ്ടായാലും അത് കമ്പനിയെ കാര്യമായിട്ട് ബാധിക്കില്ല. നഗരങ്ങളിലെ ഡിമാൻഡ് തിരിച്ചു വരികയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എല്ലാ രീതിയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തയ്യാറുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു റീബൗണ്ടിന് വേണ്ടി എല്ലാവരും ഒരുപോലെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. അടുത്തതായിട്ട് ഓട്ടോ സെക്ടറിലെ ഒരു റിക്കവറിയെ കുറിച്ച് പറയുമ്പോൾ മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള മാരുതി സുസുക്കിയെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. സ്റ്റോക്കിന് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നെങ്കിലും അനലിസ്റ്റുകൾ ഇതിനെ ഒരു നോർമലൈസേഷന്റെ പ്രധാന ഗുണഭോക്താവായിട്ടാണ് കാണുന്നത്. എൻട്രി ലെവൽ മിഡ് റേഞ്ച് കാർ സെഗ്മെന്റുകളിലെ ശക്തമായിട്ടുള്ള ആധിപത്യമാണ് മാരുതിയുടെ കരുത്ത്. പലിശ നിരക്ക് സാധാരണ നിലയിലേക്ക് ആവുകയും ഇന്ധനവില കുറയുകയും ചെയ്യുമ്പോൾ മാരുതിയുടെ പ്രധാന ഉപഭോക്താക്കളായിട്ടുള്ള നഗരങ്ങളിലെ മധ്യവർഗം ഷോറൂമുകളിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞ ഇൻപുട്ട് കോസ്റ്റ് അവരുടെ മാർജിൻ വീണ്ടും വർദ്ധിപ്പിക്കും. ഇതൊരു ബ്രോഡ് ബേസ്ഡ് എക്കണോമിക് റിവൈവലിൽ വിശ്വസിക്കുന്ന ഏതൊരു ഇൻവെസ്റ്റർക്കും മാരുതി ഒരു ക്ലാസിക് വാല്യൂ റിക്കവറി പ്ലേ ആയിട്ട് കണക്കാക്കാൻ കഴിയും. നമ്മുടെ റീബൗണ്ടിനുള്ള ടോപ്പ് സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ നമ്മൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. തീംസ് വളരെ വ്യക്തമാണ്. മാർജിൻ എക്സ്പാൻഷനും ഇന്ത്യൻ കൺസ്യൂമറുടെ തിരിച്ചുവരവും അടുത്ത 5 സ്റ്റോക്കുകൾ സമ്പദ് വ്യവസ്ഥയുടെ ഇതിലും ആഴത്തിലുള്ള ഭാഗങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ടറിലേക്ക് കടക്കാം. ഏവിയേഷൻ. ഇന്ധന വിലയോടെ ഇത്രയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു സെക്ടർ ഒരുപക്ഷെ ഉണ്ടാവില്ല. ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ അഥവാ ATF ക്രൂഡിൽ നിന്നാണ് നേരിട്ടുണ്ടാക്കുന്നത്. ഇതൊരു എയർലൈൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ വലിയൊരു വിഭാഗം തന്നെയാണ്. അതുകൊണ്ട് ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ എയർലൈൻസുകൾക്ക് പെട്ടെന്ന് തന്നെ കാര്യമായിട്ടുള്ള ഒരു മാർജിൻ റിലീഫ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ ഏവിയേഷൻ രംഗത്ത് എല്ലാവർക്കും മുകളിൽ നിൽക്കുന്ന ഒരു പേരാണ് ഇന്റർഗ്ലോബ് ഏവിയേഷൻ, അതായത് ഇൻഡിഗോയുടെ ഓപ്പറേറ്റർ. സ്ഥിരമായിട്ട് 60% മുകളിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഷെയർ ഉള്ള ഇൻഡിഗോ ഈ രംഗത്തെ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്ത ലീഡറാണ്. ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് തീസിസ് വളരെ ഡയറക്റ്റ് തന്നെയാണ്. കുറയുന്ന ATF വിലയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന നിലയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന ഓരോ ഡോളറിന്റെ കുറവും ഇൻഡിഗോയുടെ ബോട്ടം ലൈനിൽ നേരിട്ട് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സെക്ടറിൽ നിന്ന് ഫസ്റ്റ് പിക്ക് ആയിട്ട് പറയാൻ പറ്റുന്ന സ്റ്റോക്ക് ഇന്റർഗ്ലോബ് ഏവിയേഷൻ തന്നെയാണ്. ഇനി ആരോഗ്യമുള്ള ഒരു ഫിനാൻഷ്യൽ സെക്ടർ അല്ലാതെ ഒരു സാമ്പത്തിക തിരിച്ചുവരവിനും നിലനിൽക്കാൻ കഴിയില്ല. ബാങ്കുകളും NBFC-കളും സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡികളാണ്. അപ്പോൾ പലിശ നിരക്കുകളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കും. ഇൻഫ്ലേഷൻ ഭയം കുറയുമ്പോൾ RBIക്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നത് പരിഗണിക്കാനുള്ള വഴി തുറന്നേക്കാൻ സാധ്യതയുണ്ട്. ഇത് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളുടെ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് കുറയ്ക്കുകയും ക്രെഡിറ്റ് ഗ്രോത്ത് കൂട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകൾക്ക് നേരിട്ടുള്ള ഗുണം ലഭിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ആദ്യത്തെ സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് ആണ്. HDFC, ICICI പോലെയുള്ള വലിയ പ്രൈവറ്റ് ബാങ്കുകൾ എപ്പോഴും നമ്മുടെ റഡാറിൽ ഉണ്ടായിരിക്കുമെങ്കിലും പല അനലിസ്റ്റുകളും ആക്സിസ് ബാങ്കിനെ ഒരു മികച്ച ഓപ്ഷനായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആക്സിസ് ബാങ്ക് വളരെ ആകർഷണീയമായിട്ടുള്ള വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈക്കിൾ മെച്ചപ്പെടുമ്പോൾ ഇത് നല്ലൊരു നേട്ടം നൽകാനും സാധ്യതയുണ്ട് എന്നാണ് അനലിസ്റ്റുകളുടെ വാദം. അപ്പോൾ ICICI ബാങ്ക് അവരുടെ ബുക്സ് ശക്തിപ്പെടുത്തുന്നതിൽ കാര്യമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. റീറ്റെയിൽ, കോർപ്പറേറ്റ്, ലൈസൻസിംഗ് എന്നിവയിൽ വളർച്ച നേടാൻ തയ്യാറെടുക്കുകയാണ് കമ്പനി. വാല്യൂവും സൈക്ലിക്കൽ റിക്കവറിയും ഒരുമിച്ച് നോക്കുന്ന നിക്ഷേപകർക്ക് ബാങ്കിംഗ് സെക്ടറിലുള്ള ഒരു ടോപ്പ് പിക്ക് ആയിട്ട് ആക്സിസ് ബാങ്കിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും. അടുത്തായിട്ട് HDFC ബാങ്ക്. മറ്റ് ബാങ്കുകൾ വാല്യൂ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ രംഗത്തെ ലീഡറെ നമുക്ക് അവഗണിക്കാനാവില്ല. സ്ഥിരമായിട്ടുള്ള ക്രെഡിറ്റ് ഗ്രോത്തും ശക്തമായിട്ടുള്ള അസറ്റ് ക്വാളിറ്റിയും കാരണം പല പ്രമുഖ ബ്രോക്കറേജുകളുടെയും ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് HDFC ബാങ്ക്. സ്റ്റോക്ക് ചില തടസ്സങ്ങൾ നേരിടുന്ന ചില സമയങ്ങളിൽ മാർക്കറ്റിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ലോങ് ടേം സ്റ്റോറി ഇപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വലിയ സാമ്പത്തിക റിക്കവറിയുടെ സമയത്ത് HDFC ബാങ്കിന്റെ വളരെ വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും വിശ്വസ്തമായിട്ടുള്ള ബ്രാൻഡ് നെയിമും ലോണുകൾക്കുള്ള പുതിയ ഡിമാൻഡിന്റെ വലിയൊരു പങ്ക് പിടിച്ചെടുക്കാൻ സഹായിക്കും. അനലിസ്റ്റുകൾ പലപ്പോഴും വിലയിലുണ്ടാകുന്ന ഇടിവുകളെ ലോങ് ടൈം ഗെയിമിനുള്ള ഒരു നല്ല എൻട്രി പോയിന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും HDFC ബാങ്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വളരെ നല്ല സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അവസാനമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല് പണിയുന്ന സെക്ടറിലേക്ക് വരുന്നു ഇൻഫ്രാസ്ട്രക്ചർ. ഈ മേഖലയെ പലപ്പോഴും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളും നേരിട്ട് ബാധിക്കാറുണ്ട്. ഈ അനിശ്ചിതത്വങ്ങൾ മാറുമ്പോൾ വലിയ പ്രൊജക്ടുകൾ പുനരാരംഭിക്കാൻ കഴിയും. നല്ല ഓർഡർ ബുക്കുകൾ നിറയാനും തുടങ്ങും. ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരുന്ന കമ്പനി തന്നെയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ. എല്ലാണ്ട് ഈ രംഗത്തെ ഒരു കോർ റിക്കവറി പ്ലേ ആണ്. ഈ കമ്പനി രാജ്യത്തിന്റെ മൊത്തം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സൈക്കിളിന്റെ ഒരു പ്രോക്സിയാണ്. ഡിഫൻസ് പവർ മുതൽ റോഡുകളും റെയിൽവേയും വരെ നീളുന്ന ഒരു വലിയ ഓർഡർ ബുക്ക് കയ്യിലുള്ള കമ്പനിയാണ്. ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാളായിട്ടുള്ള L&T നല്ല
രീതിയിലുള്ള ബെനിഫിറ്റ് നേടിയെടുക്കും എന്ന് തന്നെ കരുതാം. ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കുറയുകയും അന്താരാഷ്ട്ര പ്രോജക്ടുകളുടെ നടത്തിപ്പ് പഴയപടിയാവുകയും ചെയ്യുമ്പോൾ എല്ലാ ഇന്ത്യയുടെ വരുമാന സാധ്യതകൾ വളരെ മെച്ചപ്പെടുകയും ചെയ്യും. ഇന്ത്യയുടെ ദീർഘകാല വളർച്ചയിൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ് എല്ലാൻഡി. ഏതൊരു പോർട്ട്ഫോളിയോയുടെയും അടിസ്ഥാന സ്റ്റോക്കായിട്ട് ഈ ഒരു എല്ലാൻഡിയെ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ലിസ്റ്റ് പൂർത്തിയാക്കുന്നത് കൺസ്യൂമർ ലെൻഡിംഗ് രംഗത്തെ അധികാരനായിട്ടുള്ള ബജാജ് ഫിനാൻസിലൂടെയാണ്. കൺസ്യൂമർ ലെൻഡിംഗിലും ഡിസ്ക്രിഷണറി പെൻഡിംഗിലുമുള്ള ഒരു റീബൗണ്ടിൽ നിന്ന് നേട്ടമുണ്ടാക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണിത്. മറ്റു ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് അല്ലെങ്കിൽ മോട്ടോർഗേജ് ലെൻഡിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സ്മാർട്ട് ഫോണുകൾ മുതൽ ഫാമിലി വെക്കേഷനുകൾ വരെയുള്ള എല്ലാത്തിനും ഫിനാൻസ് ചെയ്യുന്നതിൽ ബജാജ് ഫിനാൻസ് വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം തിരികെ വരുമ്പോൾ ബജാജ് ഫിനാൻസ് അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. ആ ഒരു ഡിമാൻഡ് പിടിച്ചെടുത്ത് നല്ല രീതിയിലുള്ള ഒരു വളർച്ച ബജാജ് ഫിനാൻസിന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന്റെ വേഗതയേറിയ ബിസിനസ് മോഡലും വലിയ കസ്റ്റമർ ബേസും ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ ആഗ്രഹങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നേരിട്ടുള്ള വഴികളിൽ ഒന്നായിട്ട് ഇതിനെ മാറ്റുന്നു. 2026 റീബൗണ്ടിനുള്ള ഒരു ശക്തമായിട്ടുള്ള തീമായിട്ട് ഈ ഒരു സ്റ്റോക്ക് മാറും. അപ്പൊ അതിന്റെ വേഗതയേറിയ ബിസിനസ് മോഡലും വലിയ കസ്റ്റമർ ബേസും ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ ആഗ്രഹങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. പ്രമുഖ ബ്രോക്കറേജുകൾ ഉറപ്പിക്കുന്ന തീമുകളുടെ അടിസ്ഥാനത്തിൽ 2026 മാർക്കറ്റ് റീബൗണ്ട് നേതൃത്വം നൽകാൻ സാധ്യതയുള്ള ടോപ്പ് 10 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഇതിന്റെ പ്ലേ ബുക്ക് വളരെ വ്യക്തമാണ്. കുറഞ്ഞു വരുന്ന സ്റ്റോക്കുകളിൽ നിന്ന് പെട്ടെന്ന് നേട്ടമുണ്ടാക്കുന്ന ഏഷ്യൻ പെയിന്റ്സ്, ടൈറ്റാൻ പോലെയുള്ള കമ്പനികളിൽ നിന്ന് തുടങ്ങി പിന്നീട് ഓട്ടോ സെക്ടറിലെ സാമ്പത്തിക സൂചനകളായിട്ടുള്ള മഹീന്ദ്ര, മാരുതി തുടങ്ങിയ സ്റ്റോക്കുകളും, തുടർന്ന് ഏവിയേഷൻ സെക്ടറിലെ ഇൻഡിഗോ, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് പോലെയുള്ള ഫിനാൻഷ്യൽ പവർ ഹൗസുകൾ, ഒടുവിൽ രാജ്യത്തെ പുനർനിർമ്മിക്കുന്ന എല്ലാൻഡി പോലെയുള്ള കമ്പനികൾ, ഒപ്പം കൺസ്യൂമർ ലെൻഡിംഗ് ചാമ്പ്യന്മാരായിട്ടുള്ള ബജാജ് ഫിനാൻസും നമുക്ക് ഏറ്റവും നല്ല പോർട്ട്ഫോളിയോയ്ക്ക് സാധ്യത ഒരുക്കുന്നു. അപ്പോൾ ഇതൊരു റാൻഡം സ്റ്റോക്ക് ലിസ്റ്റ് അല്ല, ഇതൊരു സ്ട്രാറ്റജിക് റോഡ് മാപ്പ് ആണ്. ക്രൂഡ് വില, പലിശ നിരക്ക്, ഉപഭോക്തൃ ഡിമാൻഡ് തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങൾ മനസ്സിലാക്കുകയും ഈ അനുകൂല സാഹചര്യങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കമ്പനികളെ തിരിച്ചറിയുകയുമാണ് പ്രധാനം. മാർക്കറ്റിൽ എപ്പോഴും ഫ്ലക്ച്വേഷനുകൾ ഉണ്ടാവും. എന്നാൽ നല്ല റിസർച്ചിന്റെ പിൻബലമുള്ള ഒരു തിമാറ്റിക് സമീപനം കൂടുതൽ അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഓൾറെഡി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ളത്, ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മറ്റേതെങ്കിലും സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. മാർക്കറ്റിനെ കുറിച്ച് വളരെ നന്നായി മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ദയവായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഒരുപാട് ഡീപ് ഡൈവുകൾ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.